Hi, I am Roger Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 NEET examination എഴുതുകയും നമുക്കൊരു റിസർവേഷൻ രണ്ട് കാറ്റഗറിയിൽ ഒന്ന് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി നമുക്കൊരു ഡിസബിലിറ്റി ഉള്ള കാറ്റഗറിയിലേക്ക് എന്നെ കൺസിഡർ ചെയ്യണമെന്ന് റിസർവേഷൻ ക്ലെയിം ചെയ്യുകയോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു സെക്ഷൻ CW അതായത് ചിൽഡ്രൻ ഓർ വിഡോ ഓഫ് ആംഡ് ഫോഴ്സ് ഈ സെക്ടറിലോ റിസർവേഷൻ കാറ്റഗറി നാം ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഡോക്യുമെൻസുകൾ നാം നമ്മുടെ റിസർവേഷൻ എലിജിബിലിറ്റി പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റുകൾ കൃത്യമായ അറ്റസ്റ്റേഷനിലൂടെ നാം കളക്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യാനുള്ള സമയമാണ് നോട്ടിഫിക്കേഷനാണ് ഓൾ ഇന്ത്യ MCCയുടെ കൗൺസിലിങ്ങിലൂടെ നോട്ടിഫിക്കേഷനായി വന്നിരിക്കുന്നത്. എല്ലാ കാൻഡിഡേറ്റ്സും CW കാറ്റഗറിയിൽ വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അവരുടെ ഡോക്യുമെന്റ്സുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും നാം കളക്ട് ചെയ്യണം. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർ ഇന്ത്യയിൽ തന്നെ 16 അപ്രൂവ്ഡ് സെൻറ്ററുകളിൽ നിന്നും നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ അപ്രൂവ് ചെയ്ത് വാങ്ങണം. അത് 16 സെൻറ്ററുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ കേരളത്തിലുള്ള കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിയറസ്റ്റ് പ്ലേസ് ഉള്ളത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ആ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നാം ചെന്നതിന് ശേഷം നമ്മുടെ എലിജിബിലിറ്റി ഡിസബിലിറ്റി ഏത് ലെവലിലാണ്, എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഇത് നമുക്കുള്ള റിസർവേഷൻ ലഭിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ആണോ എന്നുള്ളതിൻ്റെ ഡോക്യുമെൻസുകൾ അവിടെ വെരിഫൈ ചെയ്ത് സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യേണ്ടതാണ്. ഇതിനുള്ള നോട്ടിഫിക്കേഷനാണ് എൻട്രൻസ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് റിസർവേഷൻ CW റിസർവേഷനിലോ അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള റിസർവേഷനിലോ ഒരു കാൻഡിഡേറ്റ് വരുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇതിന് വേണ്ട ഡോക്യുമെൻസുകൾ അംഗീകൃതമായ സെൻറ്ററിൽ നിന്ന് ഒന്നുകിൽ CW ആണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, PWD കാറ്റഗറി ആണെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഓർ നമ്മുടെ 16 സെൻറ്ററുകൾ വരുന്ന ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെ മെഡിക്കൽ കോളേജുകളിൽ നിന്നും അപ്രൂവ്ഡ് ആയിട്ടുള്ള ആ ക്യാമ്പസിൽ നിന്നും നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്ത് ഡോക്യുമെൻസുകൾ നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യുക. MCCയുടെ സൈറ്റിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത്, അഡ്മിഷൻ നടക്കുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്തുകൊണ്ടാണ് നമുക്കൊരു ക്യാമ്പസിൽ അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാൻഡിഡേറ്റ്സും ഈ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന എല്ലാ വിദ്യാർത്ഥികളും MCCയുടെ വെബ്സൈറ്റിലുള്ള ഈ നോട്ടിഫിക്കേഷൻ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്കുള്ള റിസർവേഷൻ എലിജിബിലിറ്റി നേടിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആവട്ടെ, സ്റ്റേറ്റ് കൗൺസിലിംഗ് ആവട്ടെ, എഞ്ചിനീയറിംഗ് സെക്ടർ ആവട്ടെ, മെഡിക്കൽ സെക്ടർ ആവട്ടെ, എൻട്രൻസ് മേഖലയിലെ പുതിയ അപ്ഡേറ്റ്സുകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തോ ഓൺലൈൻ പ്രോസസ്സിംഗ് നടക്കുന്ന സമയത്തോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫയിലെ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ബെസ്റ്റ് വിഷസ്.